ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മണി ഇൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മണി ഇൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. നമുക്ക് ആദ്യം യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇൻ എക്കണോമിക്സ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ചെറിയ ഇക്വേഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്തിൻ്റെ ഓഫ് എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഓവർ എ സെറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒരു സെറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനും പുറത്തുള്ള ഒരു കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ്, അദ്ദേഹം എന്തൊക്കെ തിരഞ്ഞെടുക്കുന്നു, അത് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ, യൂട്ടിലിറ്റി കിട്ടണ്ടേ. വിച്ച് ക്യാൻ ആൾസോ ഇൻക്ലൂഡ് മണി. അതിലെന്ത് ഉൾപ്പെടുന്നുണ്ട്? പണവും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ അസൈൻസ് എ ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, ഈ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ, ആ ന്യൂമറിക്കൽ വാല്യൂ ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടു ഈച്ച് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് സർവീസസ് ആൻഡ് മണി. അതായത് ഈ പണം ഉൾപ്പെടെയുള്ള എല്ലാ കോമ്പിനേഷനിലും എന്തുണ്ട്? ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, റെപ്രസെൻറ്റിംഗ് ദ സാറ്റിസ്ഫാക്ഷൻ ഓർ ഹാപ്പിനെസ് ഡിറൈവ്ഡ് ഫ്രം ദാറ്റ് കോമ്പിനേഷൻ. ഇത്ര ഒരു കോംബോ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആ കോംബോയിൽ നിന്ന്, ആ ഒരു കോമ്പിനേഷനിൽ നിന്ന് കൺസ്യൂമറിന് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അതാണ് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അദ്ദേഹത്തിന് എത്ര സംതൃപ്തി കിട്ടി എന്നുള്ള ആ ഫംഗ്ഷനെയാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റോൾ ഓഫ് മണി ഇൻ എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനിൽ മണിയും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മണിയുടെ പങ്ക് എന്താണ്, അതായത് യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ അതിൻ്റെ പങ്ക് എന്താണ്. അതായത് ഒന്നാമത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമുക്കറിയാം, ഒരു എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു മീഡിയം. അപ്പം മണി ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ഡയറക്ട്ലി കൺസ്യൂംഡ്. അത് ഡയറക്റ്റായിട്ട് അത് മേടിക്കുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ടല്ല കണക്കാക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ബട്ട് ഈസ് യൂസ്ഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ്. അത് വെച്ചിട്ട് മറ്റ് സാധനങ്ങളും സേവനങ്ങളും മേടിക്കുന്ന ഒന്നായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ദെയർഫോർ മണി in a utility function represents the potential purchasing power. അപ്പം ഈ ഒരാൾക്ക്, ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ അദ്ദേഹത്തിന് മേടിക്കാൻ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പർച്ചേസിങ് പവറിനെയാണ് ഇത് യൂട്ടിലിറ്റി ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് അലൗസ്, ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട്, ആ പർച്ചേസിങ് പവർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ദാറ്റ് അലൗസ് ഇൻഡിവിജ്വൽസ് ടു അക്വയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് പ്രൊവൈഡ് ഡയറക്റ്റ് യൂട്ടിലിറ്റി. അപ്പം ഈ ഒരു പർച്ചേസിങ് പവറാണ് യൂട്ടിലിറ്റി തീരുമാനിക്കുന്നത്. അതായത് ഈ ഇത് വെച്ച് സാധനങ്ങൾ സേവനങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന്, അദ്ദേഹം മേടിച്ച സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് എത്ര സംതൃപ്തി കിട്ടി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷനാണ്, ഇങ്ങനൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷനാണ് മണിക്ക് ഇവിടെ ഉള്ളത്. അടുത്ത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയാണ് കേട്ടോ. അത് നോക്കാം നമുക്ക്. അതായത് ജനറലി ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം മണി എക്സിബിറ്റ്സ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അതായത് നമുക്ക് പണം കൂടുതൽ പണം കൈവയ്ക്കും തോറും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. മീനിങ് ദാറ്റ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് മണി പ്രൊവൈഡ്സ്, അതായത് അഡീഷണൽ യൂണിറ്റ് ഓഫ് മണി നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് പ്രൊവൈഡ്സ് ലെസ് അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതാണ് മാർജിനൽ. വേർഡ് മീനിങ് മാർജിനൽ അഡീഷണൽ ആണല്ലോ. അപ്പം അഡീഷണൽ മണി കിട്ടുമ്പോഴത്തേക്ക് അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മുൻപ് കിട്ടിയതിൻ്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ അഡീഷണൽ ആയിട്ട് മണി കിട്ടുമ്പോൾ ഉണ്ടാകുന്നില്ല. ഓക്കെ, ദാൻ ദ പ്രീവിയസ് വൺ. ദിസ് റിഫ്ലെക്ട്സ് ദ ഐഡിയ ദാറ്റ് ദ മോർ മണി എ പേഴ്സൺ ഹാസ്, ഒരു വ്യക്തിക്ക് കൂടുതൽ പണം കയ്യിലുള്ളപ്പോഴത്തേക്ക് ദ ലെസ് വാല്യൂ ദേ ഡിറൈവ് ഫ്രം ആൻ അഡീഷണൽ ഡോളർ. ഓക്കെ, ഒരു അഡീഷണൽ ആയിട്ട് പണം കിട്ടും. ഡോളർ ഒരു ജനറൽ ടൈമിൽ ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ, നമുക്ക് റുപ്പീസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പണത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത്ര സാറ്റിസ്ഫാക്ഷൻ നേരത്തെ കിട്ടിയതിൽ നിന്നുള്ള അത്ര കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, നമുക്ക് കൂടുതൽ പണം കിട്ടുന്നതോറും മനുഷ്യന് ആർത്തി കൂടി വരികയാണല്ലോ. അപ്പം ഇവിടെ ഇങ്ങനെ അസ്യൂം ചെയ്തിരിക്കുകയാണ് കേട്ടോ. അടുത്ത് പറയുന്നത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആണ്. അതൊരു കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു ലിമിറ്റ്, അതിനകത്തു നിന്നുള്ള പൈസയെ കൺസ്യൂമറിന് ചിലവാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മണി ഈസ് ഇൻ ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് ഓഫൺ ടൈഡ് ടു എ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇത് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വിച്ച് ലിമിറ്റ്സ് ദ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എ കൺസ്യൂമർ ക്യാൻ അഫോർഡ്. ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന ഗുഡ്സിന്, സാധനങ്ങളും സേവനങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എന്നാണ് അവിടെ അനുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം 10,000 രൂപ. അപ്പോൾ അതിൽ ഒതുങ്ങുന്നതേ ഇദ്ദേഹത്തിന് മേടിക്കാൻ പറ്റുള്ളൂ. അതാണ് കൺസ്ട്രെയിൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കൺസ്യൂമേഴ്സ് എയിം ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി സബ്ജക്ട് ടു ദിസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിൽ നിന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യാൻ നോക്കും? മാക്സിമം യൂട്ടിലിറ്റി, പിന്നെ കോമ്പിനേഷൻസ് മാറ്റി സെലക്ട് ചെയ്തിട്ടൊക്കെ യൂട്ടിലിറ്റി മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റിയാണ്. എന്താണ് നോക്കാം. സംടൈംസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ഇൻകോർപ്പറേറ്റ് മണി ഇൻഡയറക്റ്റ്ലി. ചില സമയങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മണി ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഏതിലൂടെ? ത്രൂ ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് മണി ക്യാൻ ബൈ. അതായത് ഈ പണം കൊണ്ട് ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസ് മേടിക്കാം എന്നുള്ളതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഫോർ എക്സാമ്പിൾ, ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ കുഡ് ബി റിട്ടൺ ആസ് യൂട്ടിലിറ്റി ഓഫ് യു ഓഫ് x1 x2 അപ് ടു xn, പിന്നെ എമ്മും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്നത് ഇവിടെ x1 x2 അപ് ടു xn എന്ന് പറയുന്നത് 6 ഗുഡ്സാണ്. അതായത് കൺസ്യൂമർ മേടിക്കുന്ന പല
ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണിത് കേട്ടോ. അവിടെ എം എന്ന് പറയുന്നത് എം ഈസ് ദ എമൗണ്ട് ഓഫ് മണി. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആണ്. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ മോഡൽസ് ഇൻവോൾവിങ് അൺസർട്ടനിറ്റി വരുന്ന മോഡലുകളിൽ, ഉദാഹരണമായിട്ട് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി അൺസർട്ടനിറ്റി വരുന്ന മോഡലാണ് കേട്ടോ. അപ്പം ഈ മോഡലുകൾ, ഇങ്ങനത്തെ മോഡലുകളിൽ മണി ഈസ് ഓഫൺ ഇൻക്ലൂഡഡ് ഇൻ ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇങ്ങനത്തെ മോഡലിൽ മണി യൂട്ടിലിറ്റി ഫംഗ്ഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ബിക്കോസ് ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് വെൽത്ത് ഓർ അസറ്റ് ദാറ്റ് പ്രൊവൈഡ് ഫ്യൂച്ചർ കൺസംഷൻ പോസിബിലിറ്റീസ്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് വെൽത്ത് ഓർ അസറ്റ് ദാറ്റ് പ്രൊവൈഡ് ഫ്യൂച്ചർ കൺസംഷൻ പോസിബിലിറ്റി. ഇങ്ങനെയുള്ള ഈ ഷെയർ പോലെയുള്ള ഫ്യൂച്ചർ കൺസംഷൻ പോസിബിലിറ്റീസ് നൽകാൻ കഴിയുന്ന, അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഷെയർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ കൂടുമ്പോഴത്തേക്ക് അത് വിറ്റ് കൺസ്യൂമറിന് കൂടുതൽ പണം ലിക്വിഡ് ആയിട്ട് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചർ കൺസംഷൻ പോസിബിലിറ്റീസ് നൽകുന്നതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അവിടെ എന്ത് ഉണ്ട്, ഷെയറിന് വില ഇടിയാം, മനസ്സിലായില്ലേ? അപ്പം ഷെയർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും കൂടണമെന്നില്ല, അവിടെ ഒരു റിസ്ക് ആണ് കൺസ്യൂമർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്നുള്ള കാര്യം. അതായത് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇൻ സച്ച് കേസസ് മൈറ്റ് റിഫ്ലക്റ്റ് ഓൺ ദ കൺസ്യൂമേഴ്സ് റിസ്ക് പ്രിഫറൻസസ് ഓവർ മണി. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്തിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? കൺസ്യൂമറിൻ്റെ റിസ്ക് പ്രിഫറൻസ്, പണത്തിൻ്റെ പുറത്തുള്ള റിസ്ക് പ്രിഫറൻസിനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് വെൽത്ത് എഫക്ട്സ് ആണ്. എന്താണെന്ന് നോക്കാം. ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഹാവിങ് മോർ മണി ഓർ വെൽത്ത് ക്യാൻ അഫക്റ്റ് കൺസംഷൻ ചോയ്സ്. ഒരാൾക്ക് കയ്യിൽ കൂടുതൽ സ്വത്തോ പണമോ ഉണ്ടായിരുന്നാൽ അദ്ദേഹത്തിൻ്റെ കൺസംഷനെ അത് ബാധിക്കുകയാണ്. ബാധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പണം, കൂടുതൽ കൺസംഷൻ, അത് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിനെ മാത്രമല്ല സേവിങ് ബിഹേവിയറിനെ ബാധിക്കുന്നു, കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലേബർ സപ്ലൈ, അവിടെ ലേബർ സപ്ലൈയും അവിടെ അഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദെയർഫോർ മണി ഇൻ ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റി ഫംഗ്ഷനിലെ മണി എന്ന് പറയുന്നത് captures both the direct and indirect effects on overall utility. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ ഓവറോൾ യൂട്ടിലിറ്റിയിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഇതിനുണ്ടാകും. ഇനിയൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഓഫ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ വിത്ത് മണി. അതിൽ എ ടിപ്പിക്കൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് മണി, അതായത് മണി ഉൾപ്പെടുന്ന ഒരു യൂട്ടിലിറ്റി, ഒരു ടിപ്പിക്കലായിട്ടുള്ള യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണ്? യു ഓഫ് എക്സ് എം ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് പ്ലസ് വി ഓഫ് എം. അതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. അതിൽ വേർ എക്സ് റെപ്രസെൻറ്റ്സ് എ വെക്ടർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഒരു എത്രത്തോളം തിരഞ്ഞെടുക്കുന്നുള്ളൂ, ആ ഒരു ഫോഴ്സ്ഫുള്ളി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തോതാണ് കൊടുത്തിരിക്കുന്നത്, എത്ര സാധനങ്ങളും സേവനങ്ങളും തിരഞ്ഞെടുക്കുന്നുള്ളത്. ഓക്കെ, അതിൽ എം റെപ്രസെൻറ്റ്സ് മണി, അത് നമുക്കറിയാം, മണിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം യൂട്ടിലിറ്റി ഓഫ് എക്സ് എം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് ഏതിന് തുല്യമായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു, അതിൽ യു ഓഫ് എക്സ് ആണ് പറയുന്നത്. യു ഓഫ് എക്സ് ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അത് എക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്തപ്പോൾ എത്ര യൂട്ടിലിറ്റി കിട്ടി, പ്ലസ് എന്താണ് വി ഓഫ് എം ആണ്. ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഹാവിങ് മണി, പണം വെച്ചിരുന്നപ്പോൾ ഉള്ള ഒരു യൂട്ടിലിറ്റി. വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് സേവിങ് വെൽത്ത്. അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ സേവിങ് ഉൾപ്പെടുന്നുണ്ട്, വെൽത്ത് ഉൾപ്പെടുന്നുണ്ട്, ഓർ ഫ്യൂച്ചർ പർച്ചേസിങ് പവർ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, ടിപ്പിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദ ഫോം ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വി ഓഫ് എം, നേരത്തെ പറഞ്ഞ അതിൻ്റെ ആ ഒരു ഫോം ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വി ഓഫ് എം എന്ന് പറയുന്നത് വുഡ് ഡിപ്പെൻഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ദ സ്പെസിഫിക് അസംഷൻ. അതായത് ഈ സന്ദർഭം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കോണ്ടെക്സ്റ്റ് ആൻഡ് ദ സ്പെസിഫിക് അസംഷൻസ് മെയ്ഡ് അബൌട്ട് ദ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ്, ആ ഒരു സാഹചര്യം, ഏതൊക്കെ ഗുഡ്സ് ഏതൊക്കെ സാഹചര്യങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ സ്പെസിഫിക് അസംഷൻസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.